നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഗജമേളയിലേക്ക് പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഗജമേളയിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാ ആനകളും ഇവിടെ എത്തിക്കഴിഞ്ഞു. 100-ൽ പരം ആനകളാണ് ഇപ്പോൾ ഇവിടെ അണിനിരന്ന് നിൽക്കുന്നത്. പഞ്ചവാദ്യ മേളങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അസ്തമയ സമയത്ത് പോലും ഈ ആനകളെ കാണുവാനുള്ള ആ ഭംഗി, അത് കാണുവാൻ ഇവിടെ തിക്കും തിരക്കും ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിശ്ചല ദൃശ്യങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കൂട്ടായ്മയുടെ വൈവിധ്യവും ബഹുലതയുമാണ് നമ്മുടെ എല്ലാം ഈ ഉത്സവങ്ങളുടെ വിശേഷത എന്ന് പറയാം. ധാന്യദേവതകളെ പ്രീതിപ്പെടുത്തുക, മതവിശ്വാസം, കുടുംബജീവിതം, ദേശീയ വിഭേദം, ഈ ഘടകങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഉത്സവങ്ങൾ നമുക്ക് ആഘോഷിക്കാം. ബന്ധുക്കളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞ് കഴിഞ്ഞ 9 ദിവസമായി ഈ ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആഗ്രഹം സാധിച്ചതിന് വഴിപാട് നേരുവാനും ഗ്രാമത്തിന് തന്നെ ഒരു ഐശ്വര്യം നിലനിർത്തുവാൻ വേണ്ടി ദേവനെ തൊഴാനും ദേവനെ കാണുവാനും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരു ആഗ്രഹം. അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഗ്രാമം വൃത്തിയാക്കലും വിവിധ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തുക, നേതാക്കളുടെ പ്രഭാഷണങ്ങൾ, ഇവയെല്ലാം തന്നെ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക കെട്ടുറപ്പ് വളർത്തുകയാണ്.